ധന്യ, കാശ്മീരിലെ പഹൽഗാമിലുണ്ടായിരിക്കുന്ന ആക്രമണത്തിൽ ഒരു സംശയവും കൂടി ഉയരുന്നുണ്ട്. അത് ഈ പറയുന്ന ബൈസരൻ എന്ന് പറയുന്ന പ്രദേശം വിനോദസഞ്ചാരത്തിനായി തുറന്നു കൊടുക്കുന്നത് പ്രാദേശിക ഭരണകൂടമാണ്. അവിടുത്തെ സംസ്ഥാന സർക്കാരിന് കൃത്യമായി അക്കാര്യത്തിൽ അറിവുമുണ്ടായിരുന്നു. ഒമർ അബ്ദുള്ളയ്ക്ക് ഈ പറയുന്ന ഭീകരാക്രമണത്തിൽ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എങ്ങനെ വിലയിരുത്താം അതിനെ? ഒമർ അബ്ദുള്ളയാണോ ചതിച്ചത് എന്നുള്ള ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. കാരണം ഈ ബൈസരൻ വാലി എന്ന് പറയുന്നത് ഒരു മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ സൈന്യത്തിൻ്റെ വിന്യാസം വളരെ കുറവാണ്. കാരണം കുറച്ച് അപകടം പിടിച്ച മേഖലയാണ്. ഈ കുന്നുകളും കുറച്ച് ഭൂമിയിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇങ്ങനെ ഈ ചാഞ്ഞും ചരിഞ്ഞും നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ പിന്നെ ഇവിടെ നിന്നുള്ള നുഴഞ്ഞു കയറ്റം പെട്ടെന്ന് ഈ സ്ഥലത്തേക്ക് വരാൻ എളുപ്പമാണ്. മാത്രമല്ല, ഇവിടെ ആക്രമണം നടത്തിയാൽ രക്ഷപ്പെടാൻ നിരവധി മാർഗങ്ങളുണ്ട് എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഏത് വഴിക്കൂടെയും ഓടി രക്ഷപ്പെട്ട് അവരുടെ ആവാസ സ്ഥലങ്ങളിലേക്ക് അവർക്ക് എത്താം വരുന്ന തീവ്രവാദികൾക്ക്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ജൂണിൽ മാത്രമാണ് തുറന്നു കൊടുക്കുന്നത് വിനോദസഞ്ചാരികൾക്കായി. അപ്പോൾ സൈന്യത്തിൻ്റെ വലിയ രീതിയിലുള്ള സുരക്ഷിതത്വമൊക്കെ അവിടെ ഉണ്ടാകും. അങ്ങനെയാണ് ഇത് തുറന്നു കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ ഏപ്രിൽ 20-ന് ഈ സ്ഥലം ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുത്തു. ഇത് സൈന്യം അറിഞ്ഞിട്ടില്ല, കേന്ദ്ര ഏജൻസികൾ ആരും ഇത് അറിഞ്ഞിട്ടില്ല. ഈ തുറന്നു കൊടുത്തത് പ്രാദേശിക ഭരണകൂടം എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിയുടെ കൂടി ഭാഗമായ ഒമർ അബ്ദുള്ളയുടെ ഭരണകൂടമാണ് അവിടെ ഭരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് ഇവരാണിത് തുറന്നു കൊടുത്തത്. തുറന്നു കൊടുത്ത ഈ കാര്യം എങ്ങനെയാണ് പാകിസ്ഥാൻ അറിഞ്ഞത്? ഇതൊരു വലിയ ചോദ്യമാണ്. തുറന്നു കൊടുത്തു എന്ന് പറഞ്ഞ് അവിടെ ഭീകരവാദികൾ ഇന്നലെയൊക്കെ ഒരു വീഡിയോ പുറത്തു വന്നു. ആ വീഡിയോയിൽ ഒരു കൂസലുമില്ലാതെ ഭീകരവാദികൾ വരുന്നു, മുസ്ലിമാണോ ഹിന്ദുവാണോ എന്ന് ചോദിക്കുന്നു. അമുസ്ലിങ്ങളായ ആളുകളെ മുഴുവൻ വെടിയുതിർത്ത് ഒരു കൂസലുമില്ലാതെ അങ്ങ് തീർത്തായിട്ട് പോവുകയാണ്. ഈ പ്രാദേശികമായ ഒരു സപ്പോർട്ടില്ലാതെ ഈ ബൈസരൻ വാലി തുറന്നു കൊടുത്തതും ഈ തീവ്രവാദികൾക്ക് വരാൻ കഴിഞ്ഞതും പ്രാദേശികമായ ഒരു സപ്പോർട്ടില്ലാതെ നടക്കില്ല എന്ന് ഇതുമായി ബന്ധപ്പെട്ട പല ഈ ആർമിയിൽ നിന്ന് റിട്ടയർഡ് ആയവരും ഒക്കെ പറയുന്നുണ്ട്. ഇതിന് പ്രാദേശികമായൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഏപ്രിൽ 20-ന് എന്തിനാണ് ബൈസരൻ വാലി തുറന്നത്? ഈ തുറന്നിട്ട് എന്തുകൊണ്ട് ഇത് സൈന്യത്തെ കൃത്യമായി പ്രാദേശിക ഭരണകൂടം അറിയിച്ചില്ല? അപ്പോൾ ചതിച്ചത് ആരാണ്? ഈ 29 നിരപരാധികളുടെ ജീവൻ എടുക്കാൻ ഈ തീവ്രവാദികളെ സഹായിച്ചവർ ആരാണ്? ഇന്ത്യയിൽ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ഒരു അവസരം നോക്കിയിരിക്കുന്നത് ആരാണ്? ഇതൊക്കെ ഒരു വലിയ ചോദ്യമാണ്. അപ്പോൾ ബൈസരൻ വാലിയിൽ നടന്നത് പ്ലാനിങ്ങോട് കൂടിയുള്ള കുറച്ച് ദിവസങ്ങളായി നടത്തിയ പദ്ധതികളുടെ ഭാഗമായി പെട്ടെന്നുണ്ടായ ഒരു തീവ്രവാദി ആക്രമണമല്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുറേ പേർ ചേർന്ന് നടത്തിയ പ്ലാനിങ്ങിൻ്റെ ഫലമായാണ് ഈ 29 ജീവൻ ഇല്ലാതായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഭീകരതയെ പിന്തുണയ്ക്കുന്നവരെയും സങ്കല്പിക്കുന്നതിനും അപ്പുറം ശിക്ഷിക്കുമെന്ന്. 140 കോടി ഭാരതീയരുടെ ഇച്ഛാശക്തി ഭീകരരുടെ നട്ടലൊടിക്കും. ഭീകരവാദത്തിന് ഭാരതത്തിൻ്റെ ആത്മാവിനെ തകർക്കാൻ കഴിയില്ല. ഇങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത്. മാത്രമല്ല, സൈന്യം സർവ്വസജ്ജമായി കഴിഞ്ഞു. അതായത് മിസൈൽ പരീക്ഷണം, ആക്രമൺ, വ്യോമാഭ്യാസം, തിരിച്ചടിക്ക് സർവ്വസജ്ജമെന്ന് വ്യക്തമാക്കി ഭാരത സൈന്യം. അറബിക്കടൽ നാവികസേനയുടെ മിസൈൽ പരീക്ഷണം, സെൻട്രൽ സെക്ടറിൽ റഫാൽ സുഖോയ് യുദ്ധവിമാനങ്ങൾ അണിനിരത്തി വ്യോമാഭ്യാസം, നാവികസേനയുടെ ഏറ്റവും പുതിയ തദ്ദേശീയ യുദ്ധക്കപ്പൽ INS സൂറത്തിൽ നിന്നാണ് മിസൈൽ പരീക്ഷിച്ചത്. മിസൈൽ പരീക്ഷണ ദൃശ്യങ്ങൾ നാവികസേന പുറത്തുവിട്ടു. MRSAM മീഡിയം റേഞ്ച് സർഫസ് ടൂർ എയർ മിസൈൽ ഉപയോഗിച്ച് സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന പരീക്ഷണമാണ് വിജയിച്ചത്. റഡാറുകളുടെ കൺവെട്ടിച്ച് ലക്ഷ്യം ഭേദിക്കാനാകുമെന്നതാണ് MRSAMന്റെ ഏറ്റവും വലിയ പ്രത്യേകത. കടലിന്റെ ഉപരിതലത്തോട് ചേർന്ന് അയക്കാനും ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകളാണിവ. 70 കിലോമീറ്റർ വരെയാണ് ഇവയുടെ ദൂരപരിധി. റഫാൽ സുഖോയ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത വ്യോമാഭ്യാസത്തിന് ആക്രമൺ എന്നാണ് പേര് നൽകിയത്. എന്നാൽ പാകിസ്ഥാൻ കറാച്ചി തീരത്ത് മിസൈൽ പരീക്ഷിച്ച റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മാത്രമല്ല,
പാക് പൗരന്മാർ ഉടൻ മടങ്ങണം, എല്ലാത്തര വിസ സേവനങ്ങളും ഇന്ത്യ റദ്ദ് ചെയ്തു. അങ്ങനെ മുഴുവൻ കൂടുതൽ കടുത്ത നടപടികൾക്ക് നീക്കം. കേന്ദ്രമന്ത്രിമാർ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തി. കരസേന മേധാവി ഇന്ന് ജമ്മു കാശ്മീരിൽ. മറ്റൊന്ന് പരമപവിത്രം ചൊല്ലി വീട് നൽകണമെന്ന് രാമചന്ദ്രന്റെ ഭാര്യ, അതായത് അവിടെ മരിച്ച രാമചന്ദ്രന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നു. പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടപ്പള്ളി മാങ്ങാട് വീട്ടിൽ രാമചന്ദ്രന് RSS ഗണഗീതമായ പരമപവിത്രമാം ഈ മണ്ണിൽ ചൊല്ലി വിട നൽകണമെന്ന് ഭാര്യ ഷീല രാമചന്ദ്രൻ ഇന്നലെ കുടുംബത്തെ സന്ദർശിച്ച സീമ ജാഗരൺ മഞ്ച് അഖില ഭാരതീയ സംരക്ഷക് A ഗോപാലകൃഷ്ണനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടു. ഭൗതിക ശരീരം വീട്ടിലെത്തിക്കുമ്പോൾ എല്ലാവരും ചേർന്ന് ഇത് ആലപിക്കണമെന്നും ഒപ്പം തനിക്കും പാടണമെന്നും ഷീല പറഞ്ഞു. RSSലൂടെ പൊതുപ്രവർത്തന രംഗത്തെത്തിയ ദേശഭക്തനായിരുന്ന രാമചന്ദ്രന് അർഹിക്കുന്ന അന്ത്യാഞ്ജലി നൽകുന്ന നിലപാടാണ് ഏറെ ദുഃഖത്തിരുന്ന സമയത്തും ഭാര്യ സ്വീകരിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലുമുള്ള ആക്രമണങ്ങൾക്ക് ഇന്ത്യ ഒരുങ്ങിക്കഴിഞ്ഞു. ചതിച്ചത് കൂടെ നിന്നവരാണെങ്കിലും ഈ ചതിക്ക് കൃത്യമായ മറുപടി കൊടുക്കും, ഇന്ത്യ കൊടുക്കും. അതിലൊരു സംശയവും വേണ്ട. ആ തിരിച്ചടി എങ്ങനെ ആയിരിക്കുമെന്ന് ഇന്ത്യയിലുള്ളവർക്ക് പോലും ഭയമുണ്ട്. പാകിസ്ഥാനെ തന്നെ ഇല്ലാതാക്കുമോ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുമോ എന്നുള്ളത് വരെ. ഇപ്പോൾ ഇന്നലെ സിന്ധു നദീജല കരാർ റദ്ദാക്കിയതിന്റെ പേരിൽ പലരും കേരളത്തിൽ കിടന്ന് തിളക്കുന്നത് കണ്ടു. അതായത് അവിടെ പാവപ്പെട്ട ജനങ്ങളുണ്ട്, അവരുടെ വെള്ളം കൂടി മുട്ടിച്ചിട്ട് വേണോ ഇങ്ങനെ. പറഞ്ഞത് കേട്ടായിരുന്നു. പറയുന്നത് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന്റെ വേദനയിലാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായതെന്നാണ്. അപ്പം കാശ്മീരികളാണോ ഇത് ആക്രമിച്ചത്? 370 റദ്ദാക്കിയതിന്റെ വേദനയാണെന്ന്. അപ്പോൾ വിനോദസഞ്ചാര ഭീകരവാദമാണോ നടക്കുന്നത്? വിനോദസഞ്ചാരം എന്ന് പറയുന്നത് ഭീകരവാദമാണ്. അവിടെ പോയ സാധുക്കളായ മനുഷ്യരല്ലേ. ഇയാൾക്കൊക്കെ തെളിവുണ്ടോ എന്നുള്ളത്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിന് പിന്നെ രോഷാകുലരാകേണ്ടത് കാശ്മീരികളല്ലേ? അപ്പൊ ആക്രമിച്ചത് കാശ്മീരികളെന്നാണോ MAB പറയുന്നത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതിന്റെ ആ റദ്ദാക്കിയതിന്റെ വേദനയിലാണ് ഈ പറയുന്ന ആക്രമണം ഉണ്ടായതെന്നാണ്. വെളിവില്ല എന്നുള്ളതിന്റെ ഏതാണ്ട് ലക്ഷണമാണ് ഇതെല്ലാം കാണിക്കുന്നത്. രാജ്യത്തോട് യാതൊരു കൂറുമില്ല. രാജ്യത്തെ സാധാരണ ജനങ്ങൾ ഇവരെന്ത് മാനവികത, കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വലിയ മാനവികതയാണ് ഞങ്ങൾ ഉയർത്തുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നുമല്ല. പൂർണ്ണമായിട്ട് ഇന്ത്യ മുന്നണി അല്ല, അത് ഇന്ത്യ വിരുദ്ധ മുന്നണിയാണ്. അതാണ് ഇതിനകത്തെ സത്യം എന്ന് പറയുന്നത്. അതെ, തീവ്രവാദികൾ വന്ന് അടിച്ചതിന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ്. അപ്പൊ ആദ്യം ചോദിക്കേണ്ടത് ബൈസരൻ വാലി എന്തിനു തുറന്നു കൊടുത്തു? ഇതല്ലേ ചോദ്യം. എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികളെ അറിയിക്കാൻ നിങ്ങളത് തുറന്നു കൊടുത്തു? ആർക്ക് വേണ്ടി നിങ്ങളത് തുറന്നു കൊടുത്തു? അപ്പൊ ഇന്ത്യയിലെ സമാധാനം നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണ്? കൃത്യമായ പ്ലാനിങ് ഇതിന്റെ പിന്നിലുണ്ടെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതായത് 23-ാം തീയതി ആക്രമണം നടക്കുന്നു, 20-ാം തീയതി തുറന്നു കൊടുക്കും. 20-ാം തീയതി തുറന്നു കൊടുത്ത് 23-ാം തീയതി എത്തിക്കുന്ന 3 ദിവസത്തെ ട്രെയിനിങ് ഉണ്ടല്ലോ ഭീകരാക്രമണം നടത്തിയിരിക്കുന്നത്. ഇവർക്ക് കൃത്യമായ ട്രെയിനിങ് കൊടുത്തു, കലിമ ചോദിക്കണം, മതം നോക്കണം, ഇതെല്ലാം പറഞ്ഞിട്ട് ഈ പറയുന്ന ഈ ആക്രമിക്കാൻ വന്ന ചെറുപ്പക്കാരായ ഈ തീവ്രവാദികൾക്ക് ബുദ്ധിയും വിവരവും എന്നുള്ളവന്മാരായിരിക്കില്ല. ഇവന്മാർ മറ്റേ ഹൂറികളെ സ്വപ്നം കണ്ട് വന്നതായിരിക്കും സ്വാഭാവികം. അപ്പോൾ ഇവന്മാർക്ക് കൃത്യമായി ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് ഏത് രീതിയിൽ ആക്രമണം നടത്തണമെന്നുള്ളതിന് വലിയ ട്രെയിനിങ്ങും ആവശ്യമാണ്. ആ ട്രെയിനിങ് എന്തായാലും 3 ദിവസം കൊണ്ട് കൊടുക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ട് ഇതൊരു 1, 2, 3 ആഴ്ച നീണ്ട ഒരു ട്രെയിനിങ്ങിന് ശേഷമായിരിക്കും വന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 20-ാം തീയതി തുറന്നു കൊടുത്ത് 23-ാം തീയതി ആക്രമണം നടത്തണമെങ്കിൽ കൃത്യമായി ചില ആൾക്കാരുടെ പങ്ക്, ഇന്ത്യക്കകത്ത് നിന്നുള്ള ചില ആൾക്കാരുടെ പങ്ക്, ചില ഭരണത്തിലിരിക്കുന്ന അവിടുത്തെ പ്രാദേശികമായൊക്കെയുള്ള ഭരണത്തിലിരിക്കുന്നവന്മാർക്കും ഇതിനകത്ത് പങ്കുണ്ട് എന്ന സംശയമില്ല. തീർച്ചയായിട്ടും.